ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പോകേണ്ടത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധി ഐസൻ ജോസ് തയ്യാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, യുക്രൈൻ റഷ്യ സമാധാന ചർച്ച തന്നെയാണ് ഇന്ന് ലോക വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഒരു തീരുമാനമാവുന്നില്ല. എന്താണ് പറ്റുന്നത്? ശ്യാം, തീർച്ചയായും ഈ യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. പലതരത്തിൽ ഓരോ ദിവസവും നമുക്ക് ലഭ്യമാകുന്ന വാർത്ത പുരോഗമിക്കുന്നു, പക്ഷേ തീരുമാനമായില്ല എന്ന് തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നും നടന്ന ചർച്ചകൾ, അതായത് ചൊവ്വാഴ്ച നടന്ന ചർച്ചകളിലും സമാന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നാലെ അമേരിക്ക ഇടപെട്ട് ഒരു 28 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. തത്വത്തിൽ ഈ സമാധാന നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നതെന്ന് പുടിനും പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ സമാധാന നിർദ്ദേശങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അംഗീകരിക്കാമെന്ന് പറയുകയും സ്വാഭാവികമായും അമേരിക്കയിൽ ഇക്കാര്യം ചർച്ച നടത്തുകയും അമേരിക്കയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു യുക്രൈൻ എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഇതിന് ശേഷമാണ് ഈ അന്തിമ ഡ്രാഫ്റ്റ് യുക്രൈൻ റഷ്യയ്ക്ക് അമേരിക്ക റഷ്യൻ പ്രസിഡന്റിനെ സമർപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തുടർ ചർച്ചകളും തുടർ പഠനങ്ങളും നടത്തിയതിനു ശേഷം വീണ്ടും നേരിട്ട് കാണുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് അറിയിക്കുകയും അതേസമയം വളരെ കൃത്യമായ ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, ഈ ഡോൺബാസ് മേഖലയിലെ 2 പ്രവിശ്യകൾ റഷ്യൻ എത്നിക് ഒറിജിൻ അല്ലെങ്കിൽ റഷ്യൻ പരമ്പരാഗത ജീവിതശൈലി പിന്തുടരുന്നവരുടെ ഒരു പ്രദേശമാണ്. പലയിടങ്ങളിലും റഷ്യൻ റൂബിൾ തന്നെയാണ് എപ്പോഴും നാണയമായി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പല പ്രത്യേകതകളുമുള്ള 2 പ്രവിശ്യകളാണ് ഡൊണസ്കും അതുപോലെ ഡൊണസ്ക് എന്ന് പറയുന്ന 2 പ്രവിശ്യകൾ. ഈ 2 പ്രവിശ്യകളിലും കൃത്യമായി അവയുടെ തീരുമാനം, അന്തിമമായൊരു തീരുമാനം ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് ഈ യുദ്ധത്തിലേക്ക് തന്നെ എത്തുന്നത്. ഈ പ്രശ്നമാണ് സംഘർഷത്തിലെത്തുന്നത്. നാറ്റോ സഖ്യത്തിൽ ഭാഗമാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ നമുക്കറിയാവുന്നതാണ്, പശ്ചിമേഷ്യയിലെ പ്രത്യേക പ്രതിനിധിയായി കൃത്യമായ ഇടപെടലുകൾ നടത്തിയ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധിയും അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ ജെ കേഷ്ണർ എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റുമായി തുടർ ചർച്ചകൾ നടത്തിയത്. ഈ തുടർ ചർച്ചകളിലും പുരോഗതിയുണ്ട് എന്ന് മാത്രമാണ് അറിയിക്കുന്നത് എങ്കിൽ കൂടി അന്തിമ തീരുമാനമായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഗൗരവമേറിയൊരു വിഷയമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. ചർച്ചകൾ തുടരുന്നു, എന്നാൽ അന്തിമ തീരുമാനമാകുന്നില്ല. അതേസമയം മറ്റൊരു പ്രധാന വിഷയം കൂടിയുള്ളത് ഡോൺബാസ് മേഖല, ഈ തർക്കപ്രദേശമായ ഡോൺബാസ് മേഖല പിടിച്ചു അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലാക്കി എന്ന് റഷ്യ അവകാശപ്പെടുമ്പോൾ തങ്ങളുടെ സൈനിക വിന്യാസം എപ്പോഴും അവിടെയുണ്ട് എന്ന് കൃത്യമായി യുക്രൈനും പറയുന്നുണ്ട്. പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുന്നില്ല, എന്നാൽ ചർച്ചകൾ തുടരുന്നു. പക്ഷേ പ്രതീക്ഷാ നിർഭരമായ ചർച്ചകളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 മുതൽ തുടരുന്ന യുദ്ധം അവസാനിക്കാനുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി അതിന് എത്ര കാലം എടുക്കുമെന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ അധികം വൈകാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ നൽകുന്ന നിരവധി സൂചനകളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യബോധത്തോടെ കാണുന്ന ഒരു നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്യാം. യെസ്, എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകക്രമത്തിൽ അതൊരു തീരുമാനമാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായാലും ഒരു വട്ടമേശയ്ക്കുള്ളിലിരുന്ന് അല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ ലോക സമാധാനം സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ചർച്ചകൾ നടക്കട്ടെ, സംവാദങ്ങൾ നടക്കട്ടെ, എന്നാൽ മാത്രമേ കൃത്യമായി തന്നെ ഒരു തീരുമാനത്തിലേക്ക് നമുക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് തീരുമാനമായില്ല, വേണ്ട, ഇനിയും ചർച്ച നടത്താമല്ലോ, തീരുമാനത്തിലേക്ക് വരട്ടെ, ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.